1 കോടി മനുഷ്യർക്കും ബാധകമായ വിമർശനം. ഇന്ത്യക്ക് അങ്ങ് അതിനെ കുറച്ചുകൂടി ഒരു വിശാലമായ അർത്ഥത്തിൽ വലതുവൽക്കരിക്കപ്പെടുന്ന ലോകത്തിന്റെ പശ്ചാത്തലത്തിലും ഈ വിമർശനത്തിന് പ്രസക്തിയുണ്ട് എന്ന് സൂചിപ്പിച്ചു. പക്ഷെ അങ്ങനെ വരുമ്പോഴും ആദ്യം തന്നെ ഒരു പ്രതിരോധം എന്തിനാണ് CPM എടുക്കുന്നത്? കാരണം തെറ്റിതിരുത്തൽ ഒരു പ്രധാനപ്പെട്ട രേഖയായി തന്നെ കൊണ്ടുവരുന്ന ഒരു പാർട്ടിയാണ്. അത് പാർട്ടിയുടെ പ്ലീനത്തിൽ അവതരിപ്പിക്കുകയോ ചർച്ച ചെയ്യുകയോ ഒക്കെ ചെയ്തൊരു പാർട്ടിയാണ്. പലതരത്തിലും തെറ്റുതിരുത്തി മുന്നോട്ട് പോകണം, ചേഞ്ച് എന്നതാണല്ലോ മാക്സിന്റെ അടിസ്ഥാനമായ ആശയം. ആണ്, അങ്ങനെയാണ്. അതാണ് ഞങ്ങളൊരു പ്രതിരോധത്തിൻ്റെയും കാര്യമായിട്ട് വന്നിട്ടില്ലല്ലോ. ഞങ്ങൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് പറയല്ലേ ചെയ്തത്. അതിപ്പോഴും ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ലേഖനം ഇപ്പോഴല്ലെങ്കിൽ അവസാനം പറഞ്ഞിട്ടുള്ള ആ യോഗത്തിൻ്റെ ഭാഗമായിട്ട് വായിച്ച ആ കുറിപ്പിൽ യഥാർത്ഥത്തിൽ വിമർശനാത്മകമായ ഒരുപാട് കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഭരണകൂടം കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് ഇന്ത്യയിൽ കേരളത്തിൽ മാറിയിട്ടില്ല. സത്യം പറഞ്ഞാൽ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും നിങ്ങളുൾപ്പെടെയുള്ള ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ ശൃംഖലകളും ചേർന്ന ഒരു ഭരണകൂട വ്യവസ്ഥയിൽ പാർലമെൻ്ററി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് 5 കൊല്ലം കൂടുമ്പോൾ അവസരം ലഭിക്കുന്ന, അതും എത്ര കാലമാണ് ഇനി അവസരം ലഭിക്കാമെന്ന് പറയാൻ സാധിക്കുന്നതല്ല ഇന്നത്തെ രാജ്യത്തിൻ്റെ അവസ്ഥ. അവസരം കിട്ടുന്ന സന്ദർഭത്തിൽ ലെജിസ്ലേച്ചർ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനത്തിൽ MD ഉൾപ്പെടെയുള്ള ഇവരെല്ലാം പറയുന്ന വിമർശനങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടോ സഖാവ് പിണറായി വിജയൻ്റെ കാലത്തോ ഇനി വേറെ ആരെങ്കിലും വരികയാണ് അന്നത്തെ കാലത്തോ അസംബ്ലിയിൽ വരുന്ന ഭൂരിപക്ഷം കൊണ്ട് പരിഹരിക്കപ്പെടുന്ന പ്രശ്നമാണിത് എന്ന ഒരു തെറ്റിദ്ധാരണയും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, അത് അന്ന് 2003 പ്രസിദ്ധീകരിച്ച സന്ദർഭത്തിലും ഇപ്പോഴത് വീണ്ടും വിശദീകരിച്ച കാലത്തിലും ഇനിയും പതിറ്റാണ്ടുകൾ തന്നെ ആ വിമർശനത്തിന് നിലനിൽപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, വിമർശനത്തിന് നിലനിൽപ്പുണ്ട് എന്ന് അങ്ങ് ആവർത്തിക്കുന്നുണ്ട്. ഈ വിമർശനം കൊണ്ട് തിരുത്തേണ്ടതുണ്ട്, അത് മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിയെ തിരുത്തേണ്ടതുണ്ട്, എല്ലാം ഒന്നിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു ഏകാധിപത്യ പ്രവണത അത് ഒരിടത്തും നല്ലതല്ല, അത് ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതല്ലേ? അതിന് പകരം സൂര്യൻ, കഴുകൻ അങ്ങനെ വിശേഷണങ്ങൾ ചാർത്തിക്കൊടുക്കുകയും അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആ വിശേഷണങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് അത് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയാണോ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ? യെസ്, ഞാനിപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക? എന്ത് വീരാരാധനയായിട്ടുള്ളത്? സൂര്യൻ, കഴുകൻ എന്ന് പറഞ്ഞതൊക്കെ യോജിക്കാനേ കഴിയില്ല. കഴുകൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. ഡിസ്ട്രക്ഷൻ ആണ്. ആരാ കഴുകൻ എന്ന് പറഞ്ഞത്? അങ്ങനെയുള്ള കീർത്തി ഗീതങ്ങളാണ് മുഴങ്ങിയത്. കഴുകൻ എന്നാരാ പറഞ്ഞത്? കീർത്തി ഗീതങ്ങൾ അങ്ങനെയാണ് വരുന്നത്. അല്ല, കീർത്തി ഗീതങ്ങളൊക്കെ പലതും ഉണ്ടായിട്ടുണ്ടാവുന്നു. അത് ഇനി അതിപ്പോൾ ലെനിനെ പറ്റി എന്തെല്ലാം പറയുന്നുണ്ട്, സ്റ്റാലിനെ പറ്റി എന്തെല്ലാം പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനെ എത്ര ഗീതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയെത്ര നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയെത്ര സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. വീരാരാധന ഞാൻ ഈ പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാർ അത് വെച്ച് പുലർത്തേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങൾ പലതും അങ്ങനെയുള്ള വിശേഷണങ്ങൾ വേണ്ട എന്നൊരു പാർട്ടി സെക്രട്ടറിക്ക് പറഞ്ഞുകൂടെ? അങ്ങേക്കൊരു തിരുത്തൽ ശക്തി ആയിക്കൂടെ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ? ഞങ്ങൾ ആ രീതിയിലുള്ള ഒരു വിശേഷണവും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് കൃത്യമായി പറഞ്ഞല്ലോ. പിന്നെ വീണ്ടും അതിന്റെ മേലെ നിരന്തരമായി ചർച്ച ചെയ്യുന്നതും നിഷ്കളങ്കരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലുമല്ല, ഒരു തെറ്റിദ്ധാരണയുമില്ല. ചർച്ച ചെയ്യപ്പെട്ടു പോകുന്നത് അങ്ങനെയുള്ള വിശേഷണങ്ങൾ വരുമ്പോഴാണ്. മുൻപും ഉണ്ടായിട്ടുണ്ട്. P ജയരാജന്റെ പാട്ട് നമ്മൾ ചർച്ച ചെയ്തതല്ലേ, അതൊക്കെ ചർച്ചയാകും. രണ്ടാമത്തെ കാര്യം ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എല്ലാ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അങ്ങനെ ഒരു വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അതിനുള്ള മറുപടി എന്താണ്? അല്ല, അത് തെറ്റായ വിമർശനമാണ്. പിന്നെ മറുപടി പറയേണ്ട കാര്യമുള്ളൂ.